ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൈകൾ ഭംഗിയായി സൂക്ഷിക്കാൻ നല്ല റിങ്കിൾ ഫ്രീയും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് ചുളിവുകളൊക്കെ മാറ്റി നമ്മുടെ നെക്കിൾസിനൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറക്കെ കുറക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് നമ്മുടെ കൈകൾ നല്ല ഭംഗിയായി സൂക്ഷിക്കാൻ പറ്റും. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ കൈകൾ ശ്രദ്ധിക്കാറില്ല. മുഖത്ത് പല പാക്കുകളും അല്ലെങ്കിൽ എപ്പോഴും മുഖത്തെ സ്കിന്നാണ് പലപ്പോഴും ശ്രദ്ധിക്കുക, കൈകളിൽ അത്ര ശ്രദ്ധ ചെലുത്താറില്ല. പക്ഷേ നമുക്ക് ഒരു ഏജിങ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചുളിവുകൾ വരുന്നത് നമ്മുടെ കൈകളിലായിരിക്കും. ഈ ഒരു ചുളിവുകൾ മാറ്റി ഇത് കുറക്കാൻ സഹായിക്കുന്ന ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഒരു 7 ദിവസമെങ്കിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നിൽ അതിൽ ധാരാളമായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ നിലനിർത്താനും നല്ല രീതിയിൽ ഡീപ്പ് മോയ്സ്ചറൈസിങ്ങിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ കൈകളിലുണ്ടാകുന്ന ഡ്രൈനെസ് കുറക്കാൻ, എക്സ്ട്രാ ഡ്രൈനെസ് അല്ലെങ്കിൽ പാച്ചസ് ഒക്കെ മാറ്റാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് കൈകളിൽ എന്തെങ്കിലും റെഡ്നെസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറക്കാനും സഹായിക്കും. അതുപോലെ ഇതിൽ ധാരാളമായിട്ട് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിറ്റാമിൻ ഇ നമ്മുടെ പ്രിമച്വർ ഏജിങ്ങിനെയൊക്കെ കുറക്കാൻ സഹായിക്കുന്നതാണ്. സ്കിന്നിൽ നല്ല റിങ്കിൾ ഫ്രീ ഒക്കെ ആയിരിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെർജിൻ ഒലിവ് ഓയിൽ നമുക്ക് എടുക്കാം, 1 സ്പൂണാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. അടുത്തത് എന്ന് പറയുന്നത് വിറ്റാമിൻ സി ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് എടുക്കാം. വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നിൽ നല്ലൊരു ബ്രൈറ്റ്നസ് കൊണ്ടുവരാൻ സഹായിക്കും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറക്കാൻ സഹായിക്കും. ഇതിനു വേണ്ടി നമുക്ക് 1 സ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യമാണ്. അടുത്തതെന്ന് പറയുന്നത് തേനാണ്. തേൻ ചെറുതേൻ ആണ് ആവശ്യം. ചെറുതേൻ കിട്ടാത്തവരാണെങ്കിൽ നാടൻ തേൻ, നല്ല ട്രസ്റ്റി ആയിട്ടുള്ള തേൻ വാങ്ങിക്കുക. അപ്പോൾ അത് 1 സ്പൂൺ ആവശ്യമാണ്. ഈ തേൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്തനാക്കാനും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ കുറക്കാനും പ്രിമച്വർ ആയിട്ടുള്ള ഏജിങ് തടയാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് തരാനും ഒക്കെ തേൻ വളരെ നല്ലതാണ്. അടുത്തത് വേണ്ടത് ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരയാണ്. ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാര ഉപയോഗിക്കാം. അത് 1 സ്പൂൺ ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതും ഒരു മോയ്സ്ചർ എഫക്റ്റ്, അതായത് നല്ലൊരു ഹൈഡ്രേഷൻ തരാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് കൂടെ മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് പഞ്ചസാര മൊത്തമായി അലിഞ്ഞു പോകരുത്. ചെറിയ ചെറിയ തരികൾ വേണം, വലിയ തരികളാകരുത്. കുറച്ച് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ 4ഉം ഓരോ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ തരികളായി മാറുമ്പോൾ നമുക്കത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക, സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. ഒരു 3 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കൈകൾ ഒരു ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒലിവ് ഓയിൽ കിട്ടാത്തവരാണെങ്കിൽ, ഒലിവ് ഓയിൽ കുറച്ച് പ്രൈസിയാണ്. അപ്പോൾ അത് കിട്ടാത്തവരാണെങ്കിൽ നമുക്കിതിന് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നല്ല ശുദ്ധമായ വീട്ടിലാട്ടിയിട്ടുള്ളതൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ഒരു വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഇതെല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസർ ആവശ്യമാണ്. മോയ്സ്ചറൈസറിന് നമ്മൾ ഹാൻഡ് മോയ്സ്ചറൈസർ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിന് വേണ്ടത് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് നമ്മുടെ വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. നല്ല രീതിയിൽ സ്കിന്നിന് മോയ്സ്ചർ തരാൻ വെളിച്ചെണ്ണ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾ ഗ്ലിസറിൻ വാങ്ങിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് സ്കിന്നിന് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ. അപ്പോൾ 1 സ്പൂൺ ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. ഇത് നമുക്ക് പുറത്ത് തന്നെ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു 2 ആഴ്ചയോളം നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്സ് മാത്രം മതി നമ്മുടെ കൈകളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യുക. 3 മുതൽ 5 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക. സർക്കുലാർ മോഷനിൽ മസാജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൾസിലൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൾ ഫ്രീ ആയി വിടാം. നമുക്ക് എപ്പോഴും ചെയ്യുന്നത് രാത്രി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മളെപ്പോഴും കൈകൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും, വെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊള്ളുന്നതായിരിക്കും. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈകളിൽ അത് കുറച്ചുകൂടെ സമയം നിൽക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഡെയിലി ചെയ്ത് കൊടുക്കുക. ഒരു 7 ദിവസം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല മാറ്റം നിങ്ങളെ കൈകൾക്ക് കാണാൻ പറ്റും. ഫൈൻ ലൈൻസ് ഒക്കെ കുറഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കൈകൾ ലഭിക്കാൻ സാധിക്കും. നിങ്ങൾ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഗ്യാരണ്ടി തരുന്നു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്